ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അഫർമേഷൻസ്. പക്ഷേ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകളെങ്കിലും പറയാറുണ്ട്, വർക്കിംഗ് ആണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അഫർമേഷൻസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഫർമേഷൻസ് അങ്ങനെ അങ്ങ് വർക്കാകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അഫർമേഷൻസ് വർക്ക് ആകുന്നില്ല എന്നുള്ളത് പറയുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് റീസൺ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തിട്ടും ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താത്തത്, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു റിസൾട്ട് കിട്ടുന്നതിൽ നിന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. ആ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, അഫർമേഷൻസിൽ അത്രയധികം ബിലീവ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ചില ആളുകളുണ്ടായിരിക്കും, ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ച് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇതിലങ്ങ് വിശ്വസിക്കുന്നില്ല, എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം നടക്കില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെ നടക്കും, ഇങ്ങനെയുള്ള റിജക്ഷൻസ് ആണ് എപ്പോഴും ഈ ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മൈൻഡ് റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് പലപ്പോഴും അഫർമേഷൻസ് നടക്കാത്തത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ വിശ്വസിക്കുന്നില്ല, നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക എന്നുള്ള ഒരു ഡൗട്ട് വെച്ചിട്ടാണ് പലപ്പോഴും ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരു സൈഡിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോടുള്ള ഫീലിങ്സ് കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്, അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബ്ലോക്ക് വരികയാണ്, ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൽ നിന്ന് ഒരു ബ്ലോക്ക് ആയിട്ട് വരികയാണ്. സോ ബിലീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആണ് കണ്ടിന്യൂസ് ആയി റിയാലിറ്റിയോട് ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസ് കുറച്ചുകൂടി സക്സസ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അവരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ എന്നോട് മിണ്ടുക, അല്ലെങ്കിൽ അവരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ തിരിച്ചു വരിക, എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ എന്താണോ റിയാലിറ്റി അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവായ രീതിയിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യില്ല. മാത്രമല്ല, ആ ഒരു കാര്യം നടക്കുന്നതിനുള്ള ഒരു സമയം കൊടുക്കാനുള്ള ഒരു ക്ഷമയും ഇല്ല. സോ ഇങ്ങനെ ഇംപേഷ്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണോ അതിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിയാലിറ്റിയോട് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പോയാൽ നടക്കും, ഇത് നടക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ. സ്വാഭാവികമായിട്ടും അതും മാനിഫെസ്റ്റേഷനിൽ നിന്നും നമ്മളെ ഡിലേ ആക്കുന്ന ഒരു കാര്യമാണ്. സോ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിസൾട്ട് ഡിലേ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഈ പറഞ്ഞ രണ്ട് മിസ്റ്റേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്